അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചതിൽ പിന്നെ മക്കയിൽ നന്നായി പീഡിപ്പിക്കപ്പെട്ടു. ഖുറൈശി ഗോത്രമായ ബനു മഖ്സൂം ഗോത്രത്തിൻ്റെ അബൂജഹലിൻ്റെ ഒക്കെ കുടുംബത്തിൻ്റെ മൗലന്മാരായിരുന്നു. അവരുടെ കീഴിൽ ജീവിക്കേണ്ടി വന്ന അടിമകൾ. മണൽ പരന്ന് ബത്തഹായിലേക്ക് അവർ എടുക്കപ്പെടും. ഉമ്മ സുമയ്യ റളിയല്ലാഹു തആല അൻഹ ആ പീഡനത്തിൽ ഷഹീദായി. ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദത്ത്. ഉപ്പ യാസിർ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു ഈ പീഡനത്തിൽ. സഹോദരൻ അബ്ദുള്ളയും കൊല്ലപ്പെട്ടു. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ ഒരു സത്യനിഷേധത്തിൻ്റെ കുഫറിൻ്റെ വചനം പറയാൻ നിർബന്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടി വന്നു, കുഫറിൻ്റെ വചനം പറയേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലുന്നതിൽ നിന്ന് മുക്തമാക്കി രക്ഷപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഓടി വന്ന അമ്മാർ അവർ എന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ കുഫറിൻ്റെ വർത്തമാനം ഞാൻ പറയുന്നത് വരെ അതെനിക്ക് പറയേണ്ടി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ തജിദു ഖൽബുക്, അത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖൽബി മുത്മഇന്നുൻ ബിൽ ഈമാൻ. കുഫർ പറയുമ്പോഴും എൻ്റെ ഹൃദയം ഈമാനിൽ സമാധാനമടഞ്ഞ് വിശ്വാസം സാക്ഷാത്കൃതമായിട്ടുള്ള ഈ ഖൽബാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ആദു ഫഉദ്, ഇനിയും ശത്രുക്കൾ താങ്കളെ പീഡിപ്പിക്കുന്ന അവസ്ഥ വന്നാൽ താങ്കൾ കുഫറിൻ്റെ വചനം പറയേണ്ടി വരികയാണെങ്കിൽ അത് പറഞ്ഞോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നോക്കൂ നിങ്ങൾ, പീഡനം അതിൻ്റെ പരമകാഷ്ഠയിൽ പാരമ്യതയിലെത്തി കുഫർ പറയാൻ കുഫറിന് നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ആ കുഫർ ആ സമയത്ത് പറയുക എന്നുള്ളത് ഇളവാണ്, റുഖ്സയാണ്.